ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൃപയുടെ നീർച്ചാലുകൾ ശുശ്രൂഷകളിലേക്ക് നമ്മൾ വീണ്ടും കടന്നു വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇത് യോഹന്നാൻ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ നമ്മളെ കർത്താവ് നമ്മെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഠന ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 6, യോഹന്നാൻ സുവിശേഷം 6-ാമത്തെ അധ്യായം 30-ാമത്തെ വചനം. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യുക? ഈ സാഹചര്യം ഒന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായമാണ്. ഇവിടെയാണ് കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പുരുഷന്മാരും ബാക്കിയുള്ള സ്ത്രീകളും കുട്ടികളുമായ വലിയ പുരുഷാരത്തെ തീറ്റിപ്പോറ്റുന്നത്. ഈ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ വചനം കേൾക്കുകയും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. ഓൾറെഡി അവർ കാണത്തക്ക തരത്തിൽ ഒരത്ഭുതം യേശു ചെയ്യുകയാണ്. 12 കുട്ടകൾ ബാക്കി അപ്പം വരുമാറ്. ഇതാ വലിയ അനുഗ്രഹമായി അവരുടെ ജീവിതത്തിലേക്ക് കർത്താവ് സകല ഉറവിടങ്ങളെയും തുറന്നു കൊടുക്കുകയാണ്. അതാണ് നമ്മൾ ഈ വചനത്തിൽ കാണുന്നത്. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് നീ ചെയ്യേണ്ടത്? എന്താണ് നീ പ്രവർത്തിക്കുക? അപ്പോൾ ഇവിടെ വെച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട പഠിപ്പീര് ഈശോ നടത്തുന്നത്. ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് 2 കാര്യം മനസ്സിലാക്കണം. നമ്മൾ മത്തായി, മർക്കോസ്, ലൂക്കോസ് സമാന്തര സുവിശേഷങ്ങൾ, സിനോപ്റ്റിക് ഗോസ്പൽ എന്ന് വിളിക്കും. സമാന്തര സുവിശേഷങ്ങളിൽ നമ്മൾ പെസഹായുടെ വർണ്ണന കാണുന്നുണ്ട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് പെസഹായുടെ വർണ്ണന കാണാൻ കഴിയുകയില്ല. അതിന് പകരം ജീവന്റെ അപ്പമായ ഈശോയെക്കുറിച്ചുള്ള വർണ്ണന വിശദീകരിച്ചിരിക്കുന്നത് യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിലാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, യേശു ശിഷ്യന്മാരുടെ കാല് കഴുകുന്നതും ആ ഒരു മുഴുവൻ വിശദീകരണങ്ങളും നമ്മൾ മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിൽ കാണുന്നുവെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം എന്ന് പറയുന്ന കൂദാശകൾ ഏറ്റവും പരിപാവനമായ കൂദാശയാണ് വിശുദ്ധ കുർബാന. അപ്പോൾ ആ വിശുദ്ധ കുർബാനയുടെ പഠിപ്പീര് മുഴുവൻ കർത്താവ് ഒതുക്കി വെച്ചിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ്. കാണത്തക്ക തരത്തിൽ എന്തത്ഭുതമാണ് നീ ചെയ്യുക? ഇതാണ് അവർ ചോദിച്ച ചോദ്യം. യേശു മറുപടി പറഞ്ഞു, സത്യം സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, മോശെ അല്ല സ്വർഗത്തിൽ നിങ്ങൾക്ക് അപ്പം നൽകുന്നത്, എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് യഥാർത്ഥ അപ്പം തരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നത് അത്രേ. ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിലുള്ള മനുഷ്യർക്ക് ജീവൻ നൽകുന്നത് അത്രേ. അപ്പൊ ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഇന്നലെ 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റി. അവരെല്ലാവരും ഇന്ന് രാവിലെ അവരുടെ വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കാതെ യേശു എവിടെയാണെന്ന് അന്വേഷിച്ച് അവിടേക്ക് ചെറുവള്ളങ്ങളിൽ ഓടി വരുന്നതും ഈശോയുടെ അടുക്കൽ ജീവിക്കുന്നതും നമ്മൾ കാണുകയാണ്. അപ്പൊ കർത്താവ് അവരോട് വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ ഇപ്പോൾ എന്നെ അനുഗമിക്കുന്നതിന് കാരണം അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ടാണ്, അപ്പം തിന്നതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അനുഗമിക്കുന്നത്. എന്നാൽ അതിതീവ്രമായ ഒരു ചിന്തയിലേക്ക് ഞാൻ നിങ്ങളെ നയിക്കട്ടെ. എന്നിട്ടാണ് യേശു ഇത് പറയുന്നത്, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു, അവർ മരിച്ചുപോയി. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ അപ്പം. അതാണ് ഈ വചനം ഒന്നുകൂടെ നമ്മൾ വായിക്കുന്നത്. എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നത് അത്രേ. ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നത് അത്രേ. ബ്രെഡ് ഓഫ് ലൈഫ് വിച്ച് കെയിം ഫ്രം ഹെവൻ ആൻഡ് ഗിവിങ് ലൈഫ് ഫോർ ദ ഹോൾ ഹ്യൂമാനിറ്റി. ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ അപ്പം ഇതാ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. അപ്പം യേശു തന്നെ അവർ പറയുകയാണ്, ഒരു അത്ഭുതം ഞങ്ങളെ കാണിക്കുക. യേശു കാണിച്ചു കൊടുക്കുന്ന അത്ഭുതം എന്താണ്? ജീവന്റെ അപ്പമായി താൻ മാറുന്നതാണ് ഇവിടുത്തെ അത്ഭുതം. ഇതുവരെ തന്നെ അവർ കണ്ടു അടുത്തും അകലെയും നിന്ന്, എന്നാൽ ഇപ്പോഴിതാ അവർക്ക് ഭക്ഷിക്കാൻ കഴിയുന്ന തരത്തിൽ ജീവന്റെ അപ്പമായി അവിടുന്ന് രൂപാന്തരപ്പെടുകയാണ്. എവിടെയാണിത് സംഭവിക്കുന്നത്? ഈ സംഭവിക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ക്രൈസ്തവ രഹസ്യമാണ് വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത്. ഈശോ അപ്പമായി മാറുന്ന അത്യപൂർവ നിമിഷം. പുരോഹിതൻ വിശുദ്ധ കരങ്ങളിൽ ഈശോയുടെ അപ്പം എടുത്ത് ഉയർത്തുമ്പോൾ ഈശോയുടെ ശരീരമാണ് ഉയർത്തപ്പെടുന്നത്.
അവിടെ ശരീരവും രക്തവുമായ അപ്പത്തിന് രൂപാന്തരം. അതാണ് കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ വ്യക്തമായി പൗലോസ് ശ്ലീഹ ഈ കാര്യത്തിൽ ഉൾക്കാഴ്ച ലഭിച്ചിട്ട് പറയുന്നു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം. അപ്പമാണ് എടുത്തുയർത്തിയതെന്ന് ഈശോയ്ക്ക് ഉറപ്പുണ്ടായിട്ടും ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ അപ്പം എന്ന് പറയാതെ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എന്ന് പറയുന്നതിലൂടെ അപ്പത്തെ ശരീരമാക്കുന്ന അത്യപൂർവമായ അത്ഭുതമാണ് അവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുകയാണ്. അതുതന്നെയാണ് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പോൾ അവനോട് അപേക്ഷിച്ചു, കർത്താവെ, 34-ാമത്തെ വാക്യം, യോഹന്നാൻ സുവിശേഷം 6:34. അപ്പോൾ അവർ അവനോട് അപേക്ഷിച്ചു, കർത്താവെ, ആ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. എൻ്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കത്തില്ല. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല. വിശപ്പടക്കുന്ന, ദാഹം മാറ്റുന്ന. എന്താണ് ഇവിടെ പറയുന്ന ദാഹം? എന്താണ് ഇവിടെ പറയുന്ന വിശപ്പ്? ഇവിടെ പറയുന്ന വിശപ്പ് ഭൗതികമായൊരു വിശപ്പല്ല. ഇവിടെ പറയുന്ന ദാഹം ഭൗതികമായൊരു ദാഹമല്ല. ഇതൊരാത്മീയ വിഷയമാണ് സംസാരിക്കുന്നത്. എന്തിനെ പറ്റിയായി സംസാരിക്കുന്നത്? ഇത് കർത്താവിൻ്റെ തിരുശരീരത്തെ പറ്റിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും അപ്പം ഭക്ഷിക്കുന്നവരാണ്. നമ്മൾ പലതരത്തിലുള്ള അപ്പങ്ങൾ ഭക്ഷിക്കാറുണ്ടല്ലേ. പക്ഷേ ഈ അപ്പങ്ങളെല്ലാം ശരീരത്തിൻ്റെ അപ്പമാണ്. എന്നാൽ ഒരൊറ്റ അപ്പം മാത്രമേ നമ്മുടെ ആത്മാവിൻ്റെ ആഹാരമായി മാറുന്നുള്ളൂ. ആ ആത്മാവിൻ്റെ ആഹാരമായി മാറുന്നത് വിശുദ്ധ കുർബാനയാണ്. ഈശോ തന്നെയാണ് കർത്താവിൻ്റെ തിരുശരീരവും കർത്താവിൻ്റെ തിരുരക്തവുമാണ്. ഇവിടെയാണ് ഈ വലിയ ഉൾക്കാഴ്ച കൊണ്ട് നമ്മുടെ ഹൃദയവും മനസ്സും ആത്മാവും ഇന്ന് നിറയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. നോക്കൂ, ഇതെന്താണ് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ പറയുന്നതെന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല. വിശപ്പ് തീരുന്ന ഒരു സ്ഥലം, ദാഹം അവസാനിക്കുന്ന ഒരു സ്ഥലം. ഇതാണ് വാസ്തവത്തിൽ ശമരിയക്കാരിക്ക് സംഭവിച്ചത്. അവൾ വെള്ളം കോരുവാനാണ് കിണറിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത്. അവൾ വെള്ളം കോരുവാനാണ് കയ്യിൽ കുടവുമായി വന്നിരിക്കുന്നത്. പക്ഷേ യേശു അവളോട് സംസാരിക്കുമ്പോൾ പറയുകയാണ്, ഞാൻ ജീവജലം നിനക്ക് തരും, ജീവജലം നിനക്ക് തരും, പിന്നെ നീ ദാഹിക്കുകയില്ല. അവൾ അപ്പോൾ ഇനി ജീവിതത്തിൽ വെള്ളം കുടിക്കുകയില്ലെന്നാണോ അർത്ഥം? അല്ല, ഇതൊരു ആത്മശമനമാണ്. ആത്മാവിന് കിട്ടുന്ന ഒരു വലിയ ശമനമാണ് ഈ വചനത്തിലൂടെ എല്ലാം പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. എങ്ങനെയാണ് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് ഈ വിഷയത്തെ സംസാരിക്കുന്നതെന്ന് വ്യക്തമായൊരു ഉൾക്കാഴ്ച നമ്മുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് പകരുകയാണ്. ഒന്ന് ശ്രദ്ധിച്ചു കാണും. എന്നാൽ നിങ്ങൾക്ക് ഇനി വിശക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഉണ്ട് തീർത്താൽ തീരാത്ത ഒരു ദാഹം, അടങ്ങാത്ത ഒരു വിശപ്പ്. ഈ വിശപ്പും ദാഹവും അവസാനിക്കുന്നത് വാസ്തവമായി നാം യേശുവിനെ കണ്ടുമുട്ടുമ്പോഴാണ്, കർത്താവിനോടൊപ്പമുള്ള ജീവിതം ആരംഭിക്കുമ്പോഴാണ്. അവിടെ വെച്ചാണ് ഈശോയുടെ സ്നേഹത്തെ നമ്മൾ ആഴമായി അടുത്തറിയുന്നതും ആ സ്നേഹത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുന്നതും. ദാഹം അവസാനിക്കുന്ന സ്ഥലം, വിശപ്പ് അവസാനിക്കുന്ന സ്ഥലം, അതാണ് ഈശോയുടെ സംവിധം എന്ന് പറയുന്നത്. എത്രത്തോളം ഗൗരവമായി നാം ഈ നാളുകളിൽ, പ്രത്യേകിച്ച് 2025 എന്ന പുതിയ വർഷത്തിൽ കർത്താവിൻ്റെ ശരീരത്തെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഒരു ഉൾക്കാഴ്ചയാണ്. യേശുവോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം, എൻ്റെ അടുക്കൽ വരുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പിതാവ് എനിക്ക് നൽകിയവരെല്ലാം എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാൻ, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും നഷ്ടപ്പെടാതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. കണ്ടോ, നിത്യജീവനിലേക്ക് നമ്മെ നയിക്കുന്ന ഈശോയുടെ ശരീരവും രക്തവും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് ഈ വചനം കേൾക്കുന്ന സമയത്ത് എത്ര വലിയ പ്രതികൂലത്തിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരായിക്കോട്ടെ, ഒരു കാര്യം ഞാൻ നിങ്ങളെ നിർബന്ധിക്കുകയാണ്. നിങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരണം ഒരു ദിനചര്യയായി ഒന്ന് സ്വീകരിക്കാമോ? ഈശോയുടെ തിരുരക്തവും തിരുശരീരവും ഭക്ഷിക്കുന്നത് ഒരു ദിനചര്യയാക്കി ഒന്ന് മാറ്റാമോ?
ഏറ്റവും അടുത്ത് ഈശോയുടെ ശരീരവുമായി ഒന്ന് അടുത്ത് വരാമോ? ഇത് തിരിച്ചറിവില്ലാതെ പാപത്തോടെ ഭക്ഷിക്കുമ്പോൾ രോഗിയാവുകയും ബലഹീനനാവുകയും മരണത്തിന് വിധേയനാവുകയും ചെയ്യുമെന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് തന്നെ സംഭവിക്കണ്ടേ? ഇത് യോഗ്യതയോടെ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കുംഭസാരത്തിലൂടെ പുണ്യം സ്വീകരിച്ച് ചെയ്യുമ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് സംഭവിക്കണ്ടേ? എന്താണ് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്? ബലഹീനനായവൻ ഇനി എന്ത് സംഭവിക്കണം? അവൻ്റെ ബലഹീനത മാറണം. മരണത്തിൻ്റെ വക്കിൽ നിൽക്കുന്നവൻ എന്ത് സംഭവിക്കണം? മരണം മാറി ജീവനിലേക്ക് വരണം. കണ്ടോ? രോഗിയായിരിക്കുന്നവൻ എന്ത് ചെയ്യണം? സൗഖ്യമുണ്ടാകണം. വിശുദ്ധ കുർബാനയിലൂടെ സൗഖ്യം നടക്കുമെന്നും വിശുദ്ധ കുർബാനയിലൂടെ ബലഹീനത മാറുമെന്നും മരണം മാറിപ്പോകുമെന്നും വിശ്വസിക്കുന്ന ഏക സഭ പരിശുദ്ധ കത്തോലിക്ക സഭയാണ്. ഇത്രമാത്രം ശ്രേഷ്ഠമായ, നിങ്ങൾ ഏത് പ്രതിസന്ധികളുടെ നടുവിലാണെങ്കിലും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കട്ടെ, ഓടുക വിശുദ്ധ കുർബാനയുടെ അടുക്കലേക്ക്. കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെയും തിരുശരീരത്തിൻ്റെയും സമീപത്തേക്ക് ഓടിച്ചെല്ലുക. അവിടേക്ക് നിങ്ങളുടെ ശ്രദ്ധ പതിപ്പിക്കുക. എത്ര സങ്കടത്തിൻ്റെ നടുവിലും ഈശോയുടെ ശരീരത്തെ ഭക്ഷിക്കുവാനായി ചെല്ലുക. ഇത് അശുദ്ധനെ വിശുദ്ധമാക്കുന്നതാണ്. ഇത് കുറ്റാരോപിതനെ കുറ്റമില്ലാത്തതാക്കുന്നതാണ്. തകർന്നടിഞ്ഞവനെ ഉയർത്തിയെടുക്കുന്നതാണ് ഈശോയുടെ ശരീരം, ഈശോയുടെ തിരുരക്തം, ഈശോയുടെ തിരുശരീരം. ആ ശരീരത്തിൻ്റെ യോഗ്യതയെ തിരിച്ചറിയുന്ന നിമിഷമുണ്ടല്ലോ, ഇത് നമ്മളുടെ ശരീരത്തിലേക്ക് ജീവനായി മാറുകയാണ്. അതാണ് യേശുവിടെ വ്യക്തമായിട്ട് പറയുന്നത്. നോക്കിയോ, എൻ്റെ അടുത്ത് വന്ന് ഇത് ഭക്ഷിക്കുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല. പത്രോസ്ലീഹയുടെ വിശപ്പ് മാറുകയാണ് ഈശോയെ കണ്ടുമുട്ടിയത്. ഏത് വിശപ്പാണ്? വയറ്റിലെ വിശപ്പിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ആത്മാവിൻ്റെ ഒരു ദാഹം, ആത്മാവിൻ്റെ ഒരു വിശപ്പ്. ഇത് അനുഭവിക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിന് വ്യക്തമായ ഒരു ഉൾക്കാഴ്ച നമുക്കിന്ന് കിട്ടണം. എന്താണ്? കർത്താവേ, എൻ്റെ ആത്മാവിനും എൻ്റെ ശരീരത്തിനും എൻ്റെ മനസ്സിനും എല്ലാത്തിനും മുഴുവനായിട്ട് എനിക്ക് അങ്ങേ ആവശ്യമുണ്ട്. ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, സ്വീകരിക്കുന്നു. ഇത് നമ്മളുടെ ഹൃദയത്തിലേക്ക് വരുന്ന ഉടനെ ഉണ്ടല്ലോ, ആഴമായിട്ട് നമുക്കിതിനെ അനുഭവിക്കും. ഞാൻ 41-ാമത്തെ വചനം, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് യേശു പറഞ്ഞതിന് യഹൂദർ അവനെതിരെ പിറുപിറുത്തു. ഇവൻ ജോസഫിൻ്റെ മകനല്ലേ? ഇവൻ്റെ പിതാവും മാതാവും നമുക്ക് അറിഞ്ഞുകൂടെ? പിന്നെയാണോ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു ഇവൻ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം പിറുപിറുക്കുന്ന എന്ത്? എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടില്ലാതെ ആരും ഒരുവനും എൻ്റെ അടുക്കൽ വരാൻ സാധിക്കില്ല. അന്ത്യദിനത്തിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. ഇത് താഴേക്ക് വിശദീകരിക്കുമ്പോൾ ഈ വിഷയം കർത്താവ് ആഴമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് പതിപ്പിക്കുകയാണ്. 51-ാമത്തെ വചനം, സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്. ജീവനാണ്. ആത്മാവിലേക്ക് ജീവൻ വന്നിട്ട് ഇതകത്ത് വന്നിട്ട് അകത്തുനിന്ന് പുറത്തേക്ക് ഒഴുകുകയാണ്. This is the life. It's talking about the life through the Eucharist. Eucharist is the most powerful source of life. ഏറ്റവും ശക്തമായ ജീവൻ്റെ ഉറവിടമാണ് വിശുദ്ധ കുർബാന. ഇത് നമ്മൾ കരസ്ഥമാക്കുന്തോറും ഇതിൻ്റെ ആഴത്തിലേക്ക് പരിശുദ്ധാത്മാവ് നാം അറിയാതെ നയിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര കൃപയായിട്ട് ഇത് വ്യാപിക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന് ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ലോകത്തിൻ്റെ ജീവന് വേണ്ടി. നോക്കൂ, 51-ാമത്തെ വചനം, ലോകത്തിൻ്റെ ജീവന് വേണ്ടി. This is the bread. This is my body. I am giving for the life of the world. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഓ ഹല്ലേലൂയ. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം, അത് ഗോതമ്പ് കൊണ്ടുള്ളതല്ല, അത് ബാർലി കൊണ്ടുണ്ടാക്കിയതല്ല,
ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം അത് എൻ്റെ ശരീരമാണ്. അപ്പോൾ ലോകത്തിന് എവിടെയാ ജീവൻ ഉണ്ടാകുന്നത്? ലോകത്തിന് എവിടെയാ ജീവൻ ഉണ്ടാകുന്നത്? ദൈവിക ജീവനെ പറ്റിയേ പറയുന്നത് കേട്ടോ. എനിക്ക് നിങ്ങൾക്കും ഇപ്പം ജീവനുണ്ട്. ആ ജീവനെ പറ്റിയല്ലേ ഇവിടെ പറയും. ദൈവിക ജീവൻ, ദൈവത്തിൻ്റെ ജീവൻ. ആ ദൈവത്തിൻ്റെ ജീവന് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഉറവിടം ഏതാണ്? ഒരാൾക്ക് ജീവൻ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ ആ ജീവൻ എങ്ങനെയാണ് പ്രാപിക്കാൻ പറ്റുന്നത്? അതിവിടെ വ്യക്തമായിട്ട് പറയുന്നു. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ദൈവത്തിൻ്റെ ജീവൻ ഒരാളിലേക്ക് വരുന്നത് കർത്താവായ യേശുവിൻ്റെ ശരീരത്തിലൂടെയാണ്. എവിടെയാണ് കർത്താവിൻ്റെ ശരീരമുള്ളത്? വിശുദ്ധ കുർബാനയിലാണ് കർത്താവിൻ്റെ ശരീരവും രക്തവും നാം ഭക്ഷിക്കുന്നത്. ഈശോയുടെ ശരീര രക്തങ്ങളെ നാം ഭക്ഷിക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ്. അപ്പോൾ എങ്ങനെയാണ് ലോകത്തിന് ജീവൻ ഉണ്ടാകുന്നത്? അവൻ്റെ അടുക്കൽ വരിക, അവൻ്റെ ശരീരവും അവൻ്റെ രക്തവും ഭക്ഷിക്കുക. നിങ്ങൾ എൻ്റെ രക്തം കുടിക്കുകയും എൻ്റെ ശരീരം ഭക്ഷിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ എനിക്ക് നിങ്ങളും തമ്മിൽ കൂട്ടായ്മയില്ല, നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്നവൻ. ജീവൻ, നിങ്ങൾ തിരുവെഴുത്തുകൾ അന്വേഷിക്കുന്നു, അവയിൽ ജീവനുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. എന്നാൽ ജീവൻ സ്വീകരിക്കേണ്ടതിന് നിങ്ങൾ എൻ്റെ അടുക്കൽ വരാൻ മനസ്സാകുന്നില്ല. എങ്ങനെയാണ് ജീവൻ സ്വീകരിക്കുന്നത്? ജീവൻ സ്വീകരിക്കുന്നത് ഈശോയുടെ ശരീരത്തിലൂടെയാണ്. കാരണം ലോകത്തിന് നൽകപ്പെട്ടിരിക്കുന്ന ജീവൻ നോക്കിക്കോ, ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം അത് എൻ്റെ ശരീരമാണ്. ജീവൻ വെളിപ്പെട്ട് വന്നിരിക്കുന്നത് ശരീരത്തിലാണ്, ഈശോയുടെ ശരീരത്തിലാണ്. അവിടെ ഞാൻ പറയുന്നത് ഈ വർഷത്തെ ഏറ്റവും വലിയൊരു തീരുമാനം ഇതായിരിക്കണം. എന്താണ്? വിശുദ്ധ കുർബാനയിലേക്ക് അടുക്കണം, കർത്താവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കണം. ഈശോയുടെ ശരീരരക്തങ്ങളുടെ നിരന്തരമായ ആസ്വാദനത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ ക്ഷണിക്കുകയാണ്. എനിക്ക് ഈശോയുടെ ശരീരവും രക്തവും ഭക്ഷിക്കണം. അതാണ് എൻ്റെ ജീവൻ്റെ ഉറവിടം. അതിൽ നിന്ന് ഞാൻ അകലും തോറും എനിക്ക് മരണമാണ്, അതിനോട് ഞാൻ അടുക്കുന്തോറും എനിക്ക് ജീവനാണ്. മോർ ഐ ആം മേക്കിംഗ് മൈസെൽഫ് ക്ലോസർ ടു ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഇറ്റ് ഈസ് കോൾഡ് ലൈഫ്. മോർ ഐ എം ഗോയിങ് അവേ ഫ്രം ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഇറ്റ് ഈസ് കോൾഡ് ഡെത്ത്. അതിനെ മരണമെന്നാണ് വിളിക്കുന്നത്. ഇത് കർത്താവിൻ്റെ ശരീരത്തിലേക്കുള്ള ക്ഷണം, ശരീരരക്തങ്ങളിലേക്കുള്ള ക്ഷണം. ഈശോയുടെ ശരീരത്തിലുള്ള ജീവൻ സ്വീകരിക്കുവാൻ അവിടുന്ന് നമ്മെ ക്ഷണിക്കുന്നു. എത്ര വലിയ പ്രതിസന്ധിയുടെ മുൾമുനയിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഈ വചനം കേൾക്കുന്നതെങ്കിലും അടുപ്പിച്ച് 10 ദിവസം കുർബാന സ്വീകരിച്ച് നോക്കി. മഞ്ഞുരുകുന്നത് പോലെ നിങ്ങളുടെ പ്രതിസന്ധി ഉരുകുന്നത് നിങ്ങൾക്ക് കാണാം. കാരണം അതിനകത്ത് ആ ജീവൻ മരണതുല്യമായ സകല സാഹചര്യങ്ങളും ജീവിക്കാൻ തുടങ്ങും. അറ്റ്മോസ്ഫിയർ വിൽ ചേഞ്ച്. അന്തരീക്ഷം തന്നെ മാറി പറയും. ഇത് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന വലിയ പ്രവൃത്തിയാണ്. ഈ പ്രവൃത്തിയെ നമ്മൾ കാണും തോറും ഈ കൃപ നമ്മളിലേക്ക് ധാരാളമായി വ്യാപിക്കുന്നത് നമുക്കറിയാനും അനുഭവിക്കാനും പറ്റും. ഇതിനെ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുകയാണ്. ഇതതിൻ്റെ സമയമാണ്. ഈ 2025 പ്രവേശിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തീരുമാനം എടുക്കേണ്ടത് എന്താണെന്നറിയോ? ഞാൻ കൂദാശ ജീവിതത്തിലൂടെ അടുക്കുകയാണ്. ഞാൻ വിശുദ്ധ കുർബാനയെ സ്വീകരിക്കാൻ പോകുകയാണ്. വിശുദ്ധ കുർബാനയുടെ ഒരു ഉപാസകനായി ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. വിശുദ്ധ കുർബാന എൻ്റെ ജീവിതമായി മാറുകയാണ്. കർത്താവേ, ലോകത്തിൻ്റെ ജീവന് വേണ്ടി നൽകപ്പെടുന്ന അവിടുത്തെ ശരീരത്തെ ഭക്ഷിച്ച് ജീവൻ സ്വീകരിക്കുവാൻ ഞാനിതാ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. കൃപയുടെ നീർച്ചാലുകളിൽ ഈ എപ്പിസോഡിൽ പ്രത്യേകിച്ച് ഇത് അടുത്ത ന്യൂ ഇയറിലേക്കുള്ള ഒരു വലിയ ആത്മീയ ഒരുക്കത്തിൻ്റെ സമയമാണ്. പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്, നീ വിശുദ്ധ കുർബാനയിലേക്ക് വരിക, ഈശോയുടെ ശരീരത്തെ ഭക്ഷിക്കുക. അതിനകത്ത് മാത്രമേ ജീവനുള്ളൂ. അത് സ്വീകരിച്ചിട്ടല്ലാതെ നിനക്ക് ജീവൻ ഉണ്ടാകത്തില്ല. ജീവൻ ഉണ്ടാകാതെ നിനക്ക് ഒന്നിനെയും നേരിടാൻ കഴിയുകയില്ല. നേരിടാൻ നിനക്ക് വിജയിക്കാൻ കഴിയുകയില്ല. എല്ലാ രഹസ്യങ്ങളുടെയും കലവറ വിശുദ്ധ കുർബാനയാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും മുമ്പ് കർത്താവ് വ്യക്തികളുടെ ജീവിതത്തിൽ ചെയ്യുന്ന വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷ്യം. ഇറ്റ്സ് എ ടൈം ഫോർ ദ ടെസ്റ്റിമണി. കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുക. ഇപ്പോൾ കാണുന്ന സാക്ഷ്യം അതാണ്. What is your name, brother? आपका नाम? Brother with the specs. आप चश्मा वाला? Jacket. चश्मा वाला? Golden watch. आप Yes, come here, brother. आइए. What's your name, brother? आपका नाम क्या है? What's your name?
अब्दन को बाबू अब्दन Abdin ho. Babu Abdankor. Brother, when I'm seeing your left hip. आपकी बाएं साइड या कमर में दर्द है. This is कितने साल क्या से? हुआ इधर? ਆ ਬੀਤੇ ਦਿਨਾਂ ਦੇ ਵਿੱਚ ਬਹੁਤ ਜ਼ਿਆਦਾ ਦਰਦ ਸੀ ਮੈਡੀਸਨ ਮੈਂ ਬਹੁਤ ਖਾਧੀ ਆ ਤਾਂ ਬਹੁਤ ਦਰਦ ਸੀ ਡਾਕਟਰ ਨੇ For some time. Brother, when you were standing there, I was seeing it. Jesus. आप जब वहां खड़े थे भैया को दिखाई दे I रहा don't know था. this. भैया नहीं जानते थे. This is on the left side. हाँ, बाएं साइड में It's a killing pain. बहुत आपको मैं उठ नहीं पा रहा साहब उठ बहुत नहीं। छुट्टी भी किया The power of the Lord is coming over you. प्रभु की शक्ति आपके ऊपर उतर आ रहा है. Somebody hold on, hold on, hold on. यीशु 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 यीशु. सिर्फ सर को संभालो बस. यीशु 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 यीशु. The power of the Lord. It's a major healing touch. It's a major healing बड़ी touch. चंगाई का स्पर्श उन्हें मिल It's a रहा है. major healing touch. एक बड़ी It's a major healing touch for this brother. चंगाई का स्पर्श. It's a complete healing touch. पूरा चंगाई मिल रहा है उन्हें इस वक्त. Jesus is restoring his health. प्रभु उन्हें वापस ताकत दे. Complete healing health. पूरा चंगाई दे रहे हैं उन्हें. ਖੁਦਾ ਦਾ ਬਹੁਤ ਬਹੁਤ ਧੰਨਵਾਦ ਆ ਖੁਦਾ ਨੇ ਮੇਰੀ ਜ਼ਿੰਦਗੀ 'ਚ ਚਮਤਕਾਰ ਕੀਤਾ ਵਾ ਸਾਡੇ ਬ੍ਰਦਰ ਜੀ ਦੇ ਜ਼ਰੀਏ ਨਹੀਂ ਤੇ ਮੈਂ ਬਹੁਤ ਪਰੇਸ਼ਾਨ ਸੀਗਾ ਤੁਰਨਾ ਵੀ ਮੁਸ਼ਕਲ ਹੋਇਆ ਸੀ ਬਾਊ ਜੀ ਜੈਮਸ ਨੂੰ ਪਤਾ ਆ ਕਿੰਨੀ ਮੁਸ਼ਕਲ ਹੀ ਪਰ ਖੁਦਾ ਨੇ ਸਾਡੇ ਬ੍ਰਦਰ ਜੀ ਦੇ ਜ਼ਰੀਏ ਮੈਨੂੰ ਚੰਗਿਆਈ ਦਿੱਤੀ ਆ ਮੈਂ ਖੁਦਾ ਦਾ ਬਹੁਤ ਧੰਨਵਾਦ ਕਰਦਾ ਹਾਂ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ. സർവശക്തനായ ദൈവമേ, ലോകം മുഴുവൻ ഇന്ന് ഈ വചനം കേൾക്കുന്ന ഈ ക്ഷണത്തിൽ ഇതാ ഈ വചനത്തിന് മുമ്പിൽ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കവിഞ്ഞൊഴുക്ക് ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ മനസ്സിലും ആത്മാവിലും ശരീരത്തിലും വ്യാപിക്കട്ടെ. സ്വസ്ഥമാവുക മനസ്സേ, ചിന്തയെ, ആത്മാവേ സ്വസ്ഥമാവുക. ഇത് കൃപയുടെ നിമിഷമായി മാറട്ടെ. എൻ്റെ ദൈവമേ, തകർന്നടിഞ്ഞ സാഹചര്യത്തിൽ ഈ വചനം കേൾക്കുന്നവരുണ്ട്. എന്നാ ചെയ്യുമെന്ന് ചിന്തിച്ച് വചനം കേൾക്കുന്നവരുണ്ട്. പരിശുദ്ധാത്മാവേ, അസാധാരണമായ നിലയിൽ ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയക്കണമേ, കൃപയെ അയക്കണമേ. അത്യപൂർവമായി ഈ കൃപ അനുഭവിക്കുവാൻ എല്ലാവർക്കും കൃപ ചൊരിയണമേ. ഇന്ന് രോഗികളായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഔഷധമായ ഈശോയുടെ ശരീരത്തെ സ്വീകരിക്കാൻ അവരുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധാത്മാവോട് ചേർന്നൊരുക്കണമേ. ഇത് അത്യപൂർവമായ കൃപയുടെ സമയമായി അവരുടെ ജീവിതത്തിൽ മാറ്റപ്പെടട്ടെ. എൻ്റെ ദൈവമേ, മനസ്സ് തകർന്ന് ക്ഷീണിച്ച് ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോയവരെന്നെ കേൾക്കുന്നുണ്ട്. അവരുടെ മേലും ഈ വചനത്തിൻ്റെ വലിയ ശക്തി വ്യാപിക്കട്ടെ. കൃപ അത്യന്തം പെരുകട്ടെ. സകല മനുഷ്യരിലേക്ക് രക്ഷാകരമായ ദൈവകൃപ ഉദിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് സകല വിശുദ്ധരോട് ചേർന്ന് സ്വർഗീയ മാലാഖമാരോട് ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥന. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടണം. അവിടുത്തെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2025 വിശുദ്ധ കുർബാനയിലേക്ക് കർത്താവ് നമ്മെ ക്ഷണിക്കുന്ന വർഷം. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ശരീരം ഭക്ഷിച്ച് എൻ്റെ ജീവനെ സ്വീകരിക്കുവാൻ ഈശോ നമ്മെ ക്ഷണിക്കുന്നു. ഒഴുകട്ടെ കൃപയുടെ നീർച്ചാലുകൾ.